നമ്മുടെ വീട്, നമ്മുടെ മക്കളും നമ്മുടെ സമ്പത്തും നമ്മൾ സുരക്ഷിതമാക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനായി നമ്മൾ പലരും ഒരു CCTV വയ്ക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. ഞാൻ മേടിച്ച ഈ CCTV ക്യാമറ നിങ്ങൾക്ക് മുന്നിൽ അത് എങ്ങനെയാണ് കോൺഫിഗർ ചെയ്യുന്നതെന്നും ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നതെന്നും പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത്. ഇവിടെയുള്ള ബോക്സുകളിൽ എന്തെല്ലാമാണെന്നും എന്ത് ക്യാമറയാണ്, എന്താണ് DVR, എന്താണ് ഹാർഡ് ഡിസ്ക്, എങ്ങനെയാണ് ഇത് കണക്ട് ചെയ്യേണ്ടത് എന്നൊക്കെയാണ് ഞാൻ ആദ്യം പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതാണ് ക്യാമറ. ഇത് IR ബുള്ളറ്റ് ക്യാമറ എന്നാണ് ഇതിൻ്റെ പേര്. ഹൈക്വിഷൻ എന്ന ചൈന കമ്പനിയുടെയാണ്. നല്ല ഒരു ഇടത്തരം ആവശ്യക്കാർക്ക് വേണ്ടി നല്ല ക്വാളിറ്റി ഉള്ള ഒരു ക്യാമറയാണ് ഇത്. അപ്പോൾ ഇതിന് HD വീഡിയോ ഔട്ട്പുട്ട്, HD TVI ടെക്നോളജി, IP66 വെതർ പ്രൂഫാണ്, 3 ആക്സിസ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ. പിന്നെ അങ്ങനത്തെ 8 ക്യാമറയാണ് ഇവിടെ ഉള്ളത്. അടുത്തതായിട്ട് നിങ്ങൾ കാണാൻ പോകുന്നത് ഇതിൻ്റെ പേരാണ് DVR. അപ്പോൾ നമ്മളാണ് എത്ര ദിവസത്തേക്കുള്ള റെക്കോർഡിംഗ് ആണ് നമ്മൾ സൂക്ഷിക്കേണ്ടത് എന്നുള്ള കണക്കുകളെല്ലാം അനുസരിച്ചിട്ട് നമ്മൾ ഒരു ഹാർഡ് ഡിസ്ക് വാങ്ങി ഇതിനകത്തേക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവർ ഇൻസ്റ്റാളേഷൻ എന്ന് പറയുന്നത്. പക്ഷേ അറിയാത്തവരാണെങ്കിൽ ഇതെല്ലാം എന്താവും, കാശ് കൊടുത്ത് വാങ്ങിച്ച് നമ്മൾ അറിയാതെ എന്തെങ്കിലും ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ബോർഡ് അടിച്ചു പോകാനും ഹാർഡ് ഡിസ്ക് പോകാനും അല്ലെങ്കിൽ കണക്ട് ചെയ്യുന്ന ക്യാമറ വർക്കാവാതിരിക്കാനൊക്കെ സാധ്യതയുണ്ട്. ഒന്നെങ്കിൽ ഇത് അറിഞ്ഞതിന് ശേഷം നിങ്ങൾ ചെയ്യുക, ഇല്ലെങ്കിൽ അറിയുന്ന ആൾ വിളിച്ച് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ഇവിടുത്തെ സജഷൻ. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം, ആദ്യം കാണുന്നത് 8 ക്യാമറയ്ക്ക് വേണ്ടിയുള്ള ഇൻപുട്ടാണ് ഇത്. പിന്നെ VGA, HDMI ഔട്ട്പുട്ട് ഉണ്ട്, ഓഡിയോ ഇൻ, ഓഡിയോ ഔട്ട്, LAN, USB ഇതൊക്കെയാണ്. അപ്പോൾ ഈ DVRന് വേണ്ടിയിട്ടുള്ള പവർ സപ്ലൈ, അതായത് നമ്മൾ ഈ ക്യാമറ ഈ DVRലേക്ക് കണക്ട് പോകുമ്പോൾ ഇതിൽ നിന്നല്ല വോൾട്ടേജ് പോകുന്നത്, ഈ DVRൽ നിന്നല്ല ക്യാമറയിലേക്ക് വേണ്ട വോൾട്ടേജ് പോകുന്നത്. അതിന് സെപ്പറേറ്റ് സോഴ്സ് ആവശ്യമാണ്. അതുപോലെ തന്നെ ഈ DVR പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയും ഒരു പവർ സോഴ്സ് അത്യാവശ്യമാണ്. സോ അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ കൂടെ തന്നെ ലഭിക്കുന്ന 12 വോൾട്ട് ഔട്ട്പുട്ടുള്ള ഒരു അഡാപ്റ്റർ, ഇത് DVRന് മാത്രമാണ്. ഓക്കെ. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ കോൺഫിഗറേഷനും ഇൻസ്റ്റാളേഷനും ക്യാമറ സെലക്ട് ചെയ്യാനുമായിട്ട് ഇതിൻ്റെ കൂടെ വരുന്ന ഒരു മൗസാണ് ഇത്. സോ ഇത്രയും ഭാഗം തന്നെ ഒരു DVR ബോക്സ് വാങ്ങുമ്പോൾ ഉണ്ടാവുക. ഇത് നമ്മൾക്ക് വാങ്ങുന്ന ക്യാമറയ്ക്ക് അനുസരിച്ച് ക്വാളിറ്റി ഉള്ള DVR നമുക്ക് വാങ്ങാം. ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് എക്കോ മോഡൽ എന്ന ഒരു DVR ആണ്. സംഭവം ഇതിന് വിലക്കുറവാണ്, പക്ഷെ നമ്മുടെ ആവശ്യങ്ങൾ നടക്കുകയും ചെയ്യും എന്നുള്ള ഒരു ഗുണമാണ് ഇതിനുള്ളത്. പിന്നെ ഈ ക്യാമറയ്ക്ക് പവർ സപ്ലൈ ഞാൻ വേണമെന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കാരണം 8 ക്യാമറയുണ്ട്. 8 ക്യാമറയ്ക്ക് വേണ്ടിയിട്ടുള്ള പവർ സപ്ലൈ DVRൽ നിന്നും കൊടുക്കാൻ കഴിയില്ല. സോ അതിന് വേണ്ടിയിട്ട് പ്രത്യേകം ഒരു പവർ സോഴ്സ് 8 ക്യാമറയ്ക്ക് വേണ്ടി നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 12 വോൾട്ടിൻ്റെ ഐബാൾ കമ്പനി നിർമ്മിച്ച ഒരു പവർ സപ്ലൈ മൊഡ്യൂളാണിത്. ഒരു 1 ടെറാബൈറ്റിൻ്റെ ഹാർഡ് ഡിസ്ക്കാണ് ഞാനിവിടെ വാങ്ങി ഇൻസ്റ്റാൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് സീഗേറ്റിൻ്റെ 1 ടെറാബൈറ്റ് ഉള്ള ഒരു ഹാർഡ് ഡിസ്ക്കാണ് ഞാൻ ഇവിടെ വാങ്ങിച്ചിരിക്കുന്നത്. സോ നമ്മൾ ഈ CCTV കണക്ഷൻ ചെയ്യാൻ വേണ്ടി നമുക്കൊരു വയർ അത്യാവശ്യമാണല്ലോ. അപ്പോൾ സാധാരണ നമ്മൾ ബൾബിൽ കൊടുക്കുന്ന വയർ ഇതിനകത്ത് പറ്റില്ല. പണ്ട് നമ്മൾ ഒരു DTH കേബിൾ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഒരു കോപ്പർ വയർ ഉണ്ടാവും, ഒരു ഷീൽഡ് വയർ ഉണ്ടാവും. സോ നമ്മളിവിടെയും അത് തന്നെയാണ്. നമ്മളെന്താണ്, ഒരു വീഡിയോ ആണ് നമ്മളിവിടെ എടുക്കാൻ പോകുന്നത്. വീഡിയോ ഓഡിയോ ട്രാൻസ്മിഷനാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ക്യാമറയിൽ നിന്നും DVRലേക്ക് പോകുന്നു. അപ്പോൾ അതേ സംഭവം തന്നെയാണ് ഇവിടെ. ഒരു കോപ്പർ വയർ, പിന്നെ ഒരു ഷീൽഡ് കോറ്, ഇതാണ് ഇവിടെ ഉണ്ടാകുക. CCTV ക്യാമറ വയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഇതായിരിക്കും തരിക. ഓക്കെ. ക്യാമറയുടെ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ നോക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ക്യാമറൻ്റെ ഔട്ട്പുട്ടിൻ്റെ പിന്നാണ് ഇത്.
12 വോൾട്ടേജ് നമ്മൾ കൊടുക്കുന്നത്. അതായത് ഈ പവർ സപ്ലൈയിൽ നിന്നും 12 വോൾട്ടേജ് നമ്മൾ ക്യാമറയിലേക്ക് കൊടുക്കുന്നു. ഈ 12 വോൾട്ടേജ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ക്യാമറ നമ്മുടെ ഇമേജ് ക്യാപ്ചർ ചെയ്യുന്നു. അത് ലൈവായിട്ട് ഈ കണക്ടറിൽ കൂടെ നമ്മുടെ DVRലേക്ക് സ്റ്റോർ ആവുന്നു. അപ്പോൾ ഈ ക്യാമറൻ്റെ ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത്, ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു 3 ആക്സിസ് മൂവ്മെൻ്റ് ആണ്. അപ്പ് ആൻഡ് ഡൗൺ, നമുക്ക് ലെഫ്റ്റ് റൈറ്റ് എല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റും. ഇതാണ് അതിൻ്റെ ലോക്ക്. നമ്മൾ ലോക്ക്, ഈ ബട്ടൺ നമ്മൾ തിരിക്കുന്നു, ലോക്ക് ചെയ്യുന്നു. IR വിഷന് വേണ്ടിയിട്ട്, അതായത് ഒരു പ്രകാശം ഒരു ഒബ്ജക്റ്റിൽ തട്ടി നമ്മുടെ കണ്ണിലേക്ക് തിരിച്ചു വരുമ്പോഴാണല്ലോ നമ്മൾ ആ ഇമേജ് കാണുന്നത്. അന്ന പോലെ ഇത് ഇൻഫ്രാറെഡ് LED ആണ്. അപ്പോൾ ഇതിൽ നിന്നും ഒരു പ്രകാശം പുറപ്പെടുവിക്കുന്നുണ്ട്. ഒരു വസ്തുവിൽ തട്ടി തിരിച്ചു വരുമ്പോൾ അത് ക്യാപ്ചർ ചെയ്യുന്നു.